അപ്പോൾ താങ്കളുടെ ഇന്നലത്തെ വാദം പൊളിഞ്ഞു എന്നത് സമ്മതിച്ചിട്ട് തുടങ്ങാം. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? നീ ഇത് കേട്ടോടാ. സ്മൃതിജി TV ചാനലുകളിൽ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വരികയും താങ്കൾ ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കുകയും മനസ്സിലായി. BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എനിക്ക് എന്ത് പറയണം പറയണ്ട എന്ന് നന്നായിട്ട് അറിയാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ. താങ്കൾ കേരളത്തിലെ മാധ്യമങ്ങളിലല്ലേ രാഹുൽ എത്ര കൊല്ലമായി പണി തുടങ്ങിയിട്ട്? അതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്റെ പൊന്നുമോൾ പറഞ്ഞു. ഇതിടയ്ക്കിടയ്ക്ക് പല ചർച്ചകളിലായി രാഹുൽ പറയുന്നുണ്ട്. പറഞ്ഞു അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അല്ല, ഞാൻ 22 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. എന്നാലേ ഞാൻ 25 കൊല്ലായി. ഞാൻ അല്ല, അതിന് മുമ്പ് ചർച്ചകളുണ്ട്. സ്മൃതി മാഡം ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ പരിപാടികൾ. ഈ പരിപാടി എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല രാഹുൽ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ചെയ്ത പരിപാടി എന്തായാലും ഞാൻ ചെയ്യില്ലല്ലോ. ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ശബരിമല നിൽക്കുന്നത്. എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ ഉറപ്പായിട്ടും പറ്റില്ല. അതുകൊണ്ടാണ് December 8 എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. പറഞ്ഞേക്ക് തരാൻ സൗകര്യമില്ല. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അതെന്താ? കോടതി വിധി നേരത്തെ എഴുതി തന്നോ? പിന്നെ കേട്ടോ ശോഭ, കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. അയ്യോ, ഇല്ലല്ലോ, എന്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും അവകാശപ്പെട്ടില്ലല്ലോ. ഇത് കുറച്ച് കൂടുന്നുണ്ട്. ശബരിമല പോരാട്ടത്തിന് സുപ്രീം കോടതിക്ക് ഇറങ്ങിയ ആത്മവിശ്വാസമാണ്. സത്യമേ ഞാൻ പറയുന്നുള്ള ആത്മവിശ്വാസമാണ്. എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്.